പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക്, ഈ അത്ഭുത അൾത്താരയിലേക്ക്, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക്, പരിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക്, കത്തോലിക്ക സഭയുടെ അതിശക്തമായ പ്രാർത്ഥനയുടെ മുമ്പിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുക. യഥാർത്ഥത്തിൽ ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന നമുക്ക് വളരെ ആവശ്യമുള്ളൊരു കാലഘട്ടത്തിലാണ്. വളരെയധികം തിന്മകൾ ഈ ലോകത്ത് പെരുകിക്കൊണ്ടിരിക്കുക. സംശയങ്ങളും നിരാശകളും ധൈര്യമില്ലായ്മയും അസ്വസ്ഥതകളും പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളും ദേഷ്യവും സങ്കടവും നിരാശയും ഉറക്കമില്ലായ്മയും മദ്യപാനവും തെറ്റായ ബന്ധങ്ങളും ജീവിത പങ്കാളികളുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറുന്ന ഭിന്നതകളും സ്നേഹരാഹിത്യങ്ങളും ശരീരം തളർന്നു പോകുന്ന അവസ്ഥ, മനസ്സ് തളർന്നു പോകുന്ന അവസ്ഥ, മക്കളെ ഓർത്തുള്ള ആദി വ്യാധി, മക്കളുടെ കല്യാണം, മക്കളുടെ ജോലി, മക്കളുടെ ജീവിതം, അവരെക്കുറിച്ച് ഓർത്തുള്ള ആകുലതകൾ, ചെറിയ കുഞ്ഞുമക്കളുടെ രോഗപീഠകൾ, ചെറിയ കുഞ്ഞുങ്ങളുടെ സംസാരത്തിൽ വരുന്ന തടസ്സങ്ങൾ, ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അഡ്മിഷൻ കിട്ടാതെ വരിക, വിദൂരങ്ങളിൽ പഠിക്കുന്ന മക്കളെ ഓർത്ത് ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴുള്ള ഭയപ്പാടുകൾ, പഠനത്തിനനുസരിച്ച് ജോലി കിട്ടാത്ത അവസ്ഥ, PR കിട്ടാത്ത അവസ്ഥ, വിസ ശരിയാകാത്ത അവസ്ഥ, കടബാധ്യതകൾ, തളർച്ചകൾ, ജോലി സ്ഥലത്തുള്ള ശത്രുക്കൾ, ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ, ഒന്ന് നാം വീഴുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ശത്രുക്കള്, പരദൂഷകര്, നമ്മുടെ ശുശ്രൂഷകളെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങള്, നമ്മളെ നിരാശപ്പെടുത്തുന്നത്, നമ്മളെ കോപിഷ്ഠരാക്കുന്നത്, നമ്മളെ ദൈവകൃപയിൽ നിന്ന് അകറ്റുന്നത്, നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷം എടുത്തു കളയുന്നത്, ആറ്റുനോറ്റ് പണിത് വീട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, സന്തോഷമില്ലാത്ത അവസ്ഥ, അതോടൊപ്പം വരുന്ന രോഗങ്ങള്, കാലുവേദനകള്, വാതരോഗങ്ങള്, പ്രഷറുകള്, ഷുഗറുകള്, കാലിലെ മുറിവുകള്, നിഗൂഢ രോഗങ്ങള്, പുറത്തു പറയാൻ പറ്റാത്ത രോഗങ്ങള്, മൂത്രത്തിലെ കല്ല്, പിത്താശയത്തിലെ കല്ല്, ക്യാൻസർ, യൂട്രസ് സംബന്ധമായ രോഗങ്ങള്, നെഞ്ചിടിപ്പ്, എരിച്ചില്, ഗ്യാസ്, അസ്വസ്ഥത, പൊളിച്ചുകെട്ടല്, ശബ്ദമടയില്, തൊണ്ടവേദനകള്, കണ്ണുവേദനകള്, ചെവി വേദനകള്, തലകറക്കങ്ങള്, മരുന്ന് കഴിച്ചിട്ട് മാറാത്ത പീഡകള്, എന്തു ചെയ്തിട്ടും കുടുംബത്തിന് ഉയർച്ച കിട്ടാത്ത അവസ്ഥ, അതോടൊപ്പം തന്നെ യാത്രകള്, വാഹനങ്ങൾ എപ്പോഴും അപകടങ്ങൾ വരുന്നു, പണി വരുന്നു, വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, വിചാരിച്ചതുപോലെ പഠിക്കാൻ പറ്റുന്നില്ല, വിചാരിച്ചതുപോലെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, സ്ഥാപനങ്ങളിൽ ഉയർച്ചയില്ല, ഏതു നേരവും സാമ്പത്തിക പ്രയാസങ്ങള്, ജീവിത പങ്കാളികൾ തമ്മിൽ സമ്പത്തിന്റെ പേരിലുള്ള വഴക്ക്, പറമ്പിന്റെ പേരിലുള്ള വഴക്ക്, ആ സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്ക്, അയൽവാസികൾ തമ്മിലുള്ള വഴക്ക്, കൂടോത്രങ്ങളോടുള്ള ഭയപ്പാടുകള്, ആഭിചാരത്തിലുള്ള ഭയപ്പാടുകള്, കൈവശങ്ങള്, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ആരോ എന്തോ ചെയ്തു എന്നുള്ള നിരന്തരമായ ചിന്തകളും അതിനോടുള്ള ഭയപ്പാടുകള്. ധ്യാനത്തിന് പോകുമ്പോൾ കൗൺസിലർമാർ പറയുന്നു, ആരോ നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ട്, മറ്റു മതസ്ഥര് നിങ്ങൾക്കെതിരെ എന്തോ ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഓർത്തുള്ള ആദിവ്യാധികള്, ഭയപ്പാടുകള്, ജീവിക്കാൻ പറ്റുന്നില്ല, അതുമൂലമുള്ള വെറുപ്പ്, വിദ്വേഷം, ആത്മഹത്യ ചെയ്താൽ മതി എന്ന ചിന്ത, അങ്ങനെ നിരാശപ്പെട്ടു പോകുന്നു, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ചില മക്കളാണെങ്കിൽ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചവര് +1 കഴിഞ്ഞപ്പോൾ, +2 കഴിഞ്ഞപ്പോൾ, ഡിഗ്രി വന്നപ്പോൾ വഴിതെറ്റിപ്പോയി. ചില മക്കൾ റൂമിനുള്ളിൽ കയറി വാതിലടച്ചിരിക്കുന്നു, ഇരുട്ടത്താണ് അവര്, വെളിച്ചമില്ല, പ്രകാശമില്ല. ചില മക്കൾ മാതാപിതാക്കളോട് മിണ്ടുന്നില്ല, അവര് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന രാത്രി കാലങ്ങളിൽ, തോന്നുമ്പോൾ വരുന്നു, തെറ്റായ ബോധ്യങ്ങൾക്ക് അടിമപ്പെടുന്നു, തെറ്റായ വിധത്തിൽ പെരുമാറുന്നു, തെറ്റായ സ്വാതന്ത്ര്യത്തെ ദുർവിനിയോഗം ചെയ്യുന്നു. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ, പെൺകുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ. കൂനുമേ കുരുവെന്ന് പറഞ്ഞ പോലെ വീട് ആഗ്രഹിക്കാത്ത, കുടുംബം ആഗ്രഹിക്കാത്ത ബന്ധങ്ങളിലും വ്യക്തികളിലും ചെന്നപ്പെടുന്നു, ആഭിചാരത്തിൽ ചെന്നപ്പെടുന്നു, സാത്താൻ സേവയിൽ ചെന്നപ്പെടുന്നു, ശുദ്രക്രിയക്കാരുടെ അടുത്ത് എന്ന് പറയും. ചില കരിസ്മാറ്റിക്കുകാർ
നിരന്തരം വന്ന് വീട്ടിൽ നിന്ന് തകിടൊക്കെ എടുക്കുന്നു, ഇതുപോലെ പണം നഷ്ടപ്പെടുന്നു, മാനം നഷ്ടപ്പെടുന്നു. എന്നിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. തെറ്റായ അറിവുകൾ അടിമപ്പെട്ടു പോകുന്നു, തെറ്റായ പഠനങ്ങൾക്ക് അടിമപ്പെടുന്നു, തെറ്റായ ബോധ്യങ്ങൾക്ക് അടിമപ്പെടുന്നു. പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, ഞായറാഴ്ച ദിവസം കുർബാന കാണാൻ പറ്റുന്നില്ല, മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. പണ്ട് അതിശക്തമായിരുന്ന നമ്മുടെ കുടുംബ പ്രാർത്ഥനകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ജപമാല ചൊല്ലാത്ത വീടുകൾ, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റാത്ത വീടുകൾ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത വീടുകൾ. അപ്പൻ ജീവിത പങ്കാളിയോട് മക്കളോടും മിണ്ടുന്നില്ല, അമ്മ മിണ്ടുന്നില്ല, അപ്പനും അമ്മയും പരസ്പരം മിണ്ടുന്നില്ല, മക്കൾ മിണ്ടുന്നില്ല. അപ്പം അങ്ങനെ അസ്വസ്ഥമായ ഒരു കാലഘട്ടം. എന്ത് ചെയ്യണമെന്നറിയില്ല. തല കറങ്ങുന്നവര്, നിരാശപ്പെടുന്നവര്, മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്നവര്, ഹൃദയം പൊട്ടിപ്പോകുമെന്ന് കരുതുന്നവര്, അതിനിടയിലാണ് രോഗങ്ങൾ, ക്യാൻസർ, ട്യൂമർ, തളർന്നു കിടക്കുന്നവര്, നട്ടെല്ല് തളരുന്നവര്, കുനിയാൻ പറ്റാത്ത അവസ്ഥ, വീണ് പരിക്ക് പറ്റിയിട്ട് ആ ഒടിവുകൾ നേരെയാകുന്നില്ല, വീട് ക്രമപ്പെടുത്താൻ പറ്റുന്നില്ല, ആഗ്രഹിക്കുന്ന പോലെ വീട് ക്ലീനാക്കാൻ പറ്റുന്നില്ല. അവിടെ എപ്പോഴും അഴുക്കും ഡിസോർഡറുകളുമാണ്. റൂമിലും വീടിനുള്ളിലും പറമ്പിലും ഡിസോർഡർ, ജീവിതത്തിൽ ഡിസോർഡർ. ഇതുമൂലം നിരാശ, ആദിവ്യാധി, ഭയങ്ങള്, അസ്വസ്ഥത ഇങ്ങനെ സംഭവിക്കാൻ കാരണം ഇത് ഒരു അസാധാരണമായുള്ള പെരുമാറ്റം. ഇത് വരാൻ കാരണം പിശാചിനും അവന് സ്വാധീനം ഉറപ്പിക്കാൻ അവസരം കിട്ടുക. ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന സാത്താൻ നമ്മളെ നിരാശപ്പെടുത്താനും ഭയപ്പെടുത്താനും ആകുലപ്പെടുത്താനും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സാത്താൻ മദ്യത്തിനും ലഹരിക്കും തെറ്റായ ബന്ധങ്ങൾക്കും ആഭിചാരത്തിനും അടിമപ്പെടുത്തുകയും സ്നേഹിക്കാനുള്ള കഴിവിനെ ഇല്ലാതാക്കുകയും തോറ്റുകൊടുക്കാനുള്ള കഴിവിനെ ഇല്ലാതാക്കുകയും ജീവിത പങ്കാളികൾ അറിയാതെ, ജീവിത പങ്കാളികൾ ആഗ്രഹിക്കാത്ത വ്യക്തികളുമായി ചേർന്ന് ചില സംരംഭങ്ങൾ ആരംഭിച്ച് പിന്നീട് വഴക്കും ബഹളവും അസ്വസ്ഥതയും തകർച്ചകളും കടങ്ങളും സാമ്പത്തിക തകർച്ചകളും മക്കൾ വഴിതെറ്റിപ്പോകുന്ന അവസ്ഥകളും ഇത് ഇത്തരത്തിലുള്ള പൈശാചിക ശക്തികളെ, പൈശാചിക പീഡകളെ, തിന്മയുടെ ഈ ആധിപത്യങ്ങളെ, ഈ അന്ധകാര ശക്തികളെ, ഈ നെഗറ്റീവ് എനർജികളെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ കർത്താവായ യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാലും കത്തോലിക്ക സഭയുടെ അധികാരത്താലും ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ അനോയിന്റിങ്ങിലാലും അഭിഷേകത്താലും ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ച എല്ലാവിധ ദുരാത്മാക്കളും, ദുഷ്ടാരൂപികളും, നെഗറ്റീവ് എനർജികളും, നിരാശയുടെ അരൂപികളും, വഴക്കിൻ്റെ അരൂപികളും, വെറുപ്പിൻ്റെ അരൂപികളും, ദേഷ്യത്തിൻ്റെ അരൂപികളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 18 തിരുവചനമാണ്. വചനം പഠിപ്പിക്കുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ വചനം ഡെലിവറൻസിന്റെ വചനമാ, അഭിഷേകത്തിന്റെ വചനമാ, സാത്താനെ ബന്ധിക്കുന്ന വചനമാ. ഈ വചനത്തിൽ ആശ്രയിച്ച് നമ്മൾക്ക് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിന് ഈ പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് സെറ്റ് ഫയർ അപ്പോൺ us. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് കടന്നു വരണം. നിന്റെ തീ ഞങ്ങളിലേക്ക് ഇറക്കണം. ഞങ്ങളിലുള്ള നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെ പരിശുദ്ധാത്മാവെ കത്തിച്ച് ചാമ്പലാക്കണമേ. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താൽ, പിതാവായ ദൈവത്തിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ
സകല വിശുദ്ധരോട് ചേർന്ന് സകല മാലാഖമാരോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ച് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ മലമുകളിലെ വിശുദ്ധ സിൽവസ്റ്ററിൻ്റെ, അയർലൻഡിലെ വിശുദ്ധ പാട്രിക്കിൻ്റെ, വിശുദ്ധ പാദ്രി പിയോയുടെ, വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ, പാതുവായിലെ വിശുദ്ധ അന്തോനീസിൻ്റെ, പൗളയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ശക്തിയുള്ള പ്രാർത്ഥന സഹായത്തോട് ചേർന്നുകൊണ്ട് ഈ ദൈവജനത്തെ ബാധിച്ചിരിക്കുന്ന സകല തിന്മകളെയും നെഗറ്റീവ് എനർജികളെയും ഞാൻ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. എൻ്റെ പൗരോഗത്യത്തിൻ്റെ അധികാരത്താൽ, കത്തോലിക്ക സഭയുടെ നാമത്താൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ഈ ആൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ നാരകീയ ശക്തികളെ, അന്ധകാര സേനകളെ, ദുഷ്ടാത്മ സംഘങ്ങളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ, നിങ്ങൾ ആര് തന്നെയായിരുന്നാലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യ നരകാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Ordino e comando con la forza di Dio Onnipotente, nel nome di Gesù Cristo Salvatore, per l'intercessione della Vergine Immacolata, a tutti gli spiriti immondi di lasciare questo popolo immediatamente, di lasciare questo popolo definitivamente. Alleluia, 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 alleluia. Di andare nell'inferno eterno incatenati da San Michele Arcangelo, San Michele Gabriele, San Arcangelo Gabriele, San Arcangelo Raffaele, dai nostri angeli custodi scacciati sotto il calcagno della Vergine Santissima. Alleluia, alleluia, alleluia. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ, the name of my priesthood, I rebuke, I command every spirit of evil to depart from you. Bless in the name of Jesus. Bless in the name of Jesus. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസം, അടുത്ത ചൊവ്വാഴ്ച അച്ഛൻ ഇവിടെ ഉണ്ട്. നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഈ ദേവാലയത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ, ഈ പള്ളിയിൽ അല്പനേരം ഇരിക്കാൻ, ഈശോയുടെ മുമ്പിൽ ഇരിക്കാൻ, ഡെലിവറൻസിൻ്റെ രോഗശാന്തിയുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ. 6:45 കുർബാന, അന്തരിസിനാണെന്ന നൊവേന, തിരുശേഷിപ്പ് വണക്കം, തുടർന്ന് ഈശോനെ എഴുന്നള്ളിച്ച് വയ്ക്കും. ഈശോയുടെ മുമ്പിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. 10 മണിക്ക് അച്ഛൻ്റെ നേതൃത്വത്തിൽ ചെറിയൊരു ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ, 11:30 വിശുദ്ധ കുർബാന, അന്തരിസിനാണെന്ന നൊവേന, തുടർന്ന് വീണ്ടും മധ്യസ്ഥ പ്രാർത്ഥന. വൈകുന്നേരം 5 മണിക്ക് ജപമാല, 5:30 മണിക്ക് കുർബാന. 6 മണി മുതൽ 8:30 മണി വരെ അതിശക്തമായ വചനപ്രഘോഷണവും ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയും. നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ ഈ കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളി ബസ് സ്റ്റാൻഡിൽ നിന്ന്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്തുള്ള വലിയ പള്ളിയിലേക്ക് പറഞ്ഞാൽ അവർ കൊണ്ടെത്തിക്കും. പ്രിയപ്പെട്ടവർ, വളരെ പ്രത്യേകം പ്രാർത്ഥന യാചിക്കുന്നത് നെയ്യാറ്റിങ്കര മുളാത്താങ്കര പരിശുദ്ധ അമ്മയുടെ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന കൺവെൻഷൻ ഓഗസ്റ്റ് മാസം 9-ാം തീയതി മുതൽ 13-ാം തീയതി വരെയാണ്. പ്രത്യേകിച്ച് 10, 11, 12, 13 തീയതികളിൽ വൈകുന്നേരം 4 മണിക്ക് ശേഷം അച്ഛനെ അല്പനേരം കണ്ട് നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാനും നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നതാണ്. വൈകുന്നേരങ്ങളിലാണ് അച്ഛൻ ആരെങ്കിലും അവിടെ കാണുക. അപ്പോൾ വളാത്താങ്കര പള്ളിയിലേക്ക്, നെയ്യാറ്റിങ്കരയിലാണ്. സ്നേഹപൂർവ്വം നിങ്ങളെ ക്ഷണിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.